സംസ്ഥാന സർക്കാരിന്റെ അധികാരവിന്യാസത്തെയും സുപ്രധാന വകുപ്പുകളുടെ ചുമതലകളെയും ചുറ്റിപ്പറ്റി രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാകുന്നതിനിടെ മുൻ വ്യവസായ മന്ത്രിയും സിപിഎം നേതാവുമായ പി രാജീവ് സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. ധനം, നിയമം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ നിർണായക വകുപ്പുകൾ ഒരേയൊരു മന്ത്രിയുടെ കീഴിൽ വരുന്നത് കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ആദ്യമാണെന്നും ഇത്തരമൊരു അധികാര കേന്ദ്രീകരണത്തിന്റെ ആവശ്യകതയെന്താണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ജനങ്ങളോട് വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഭരണരീതിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച പി രാജീവ്, ജനാധിപത്യ ഭരണത്തിൽ അധികാരങ്ങളുടെ സന്തുലിതമായ വിതരണം അത്യന്താപേക്ഷിതമാണെന്ന് ചൂണ്ടിക്കാട്ടി. ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം എന്നീ വകുപ്പുകൾ ഓരോന്നും ഭരണസംവിധാനത്തിന്റെ വ്യത്യസ്ത മേഖലകളെ നിയന്ത്രിക്കുന്ന അതീവ പ്രാധാന്യമുള്ള വകുപ്പുകളാണ്. ഇവയെല്ലാം ഒരേ മന്ത്രിയുടെ കീഴിൽ കൊണ്ടുവരുന്നത് തീരുമാനങ്ങൾ കൂടുതൽ കേന്ദ്രീകൃതമാകാനിടയാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാധാരണയായി മന്ത്രിസഭാ ഭരണസംവിധാനത്തിൽ വിവിധ വകുപ്പുകൾ വ്യത്യസ്ത മന്ത്രിമാർക്ക് നൽകുന്നത് ഉത്തരവാദിത്വത്തിന്റെ വികേന്ദ്രീകരണത്തിനും പരസ്പര പരിശോധനയ്ക്കും വേണ്ടിയാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിരവധി നിർണായക തീരുമാനങ്ങൾ ഒരേ ഒരു കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്നുവെന്ന പ്രതീതിയാണ് ഉയരുന്നതെന്ന് പി രാജീവ് പറഞ്ഞു. ഭരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണോ അതോ രാഷ്ട്രീയ നിയന്ത്രണം ശക്തിപ്പെടുത്താനാണോ ഇത്തരമൊരു ക്രമീകരണം നടത്തിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയവും പി രാജീവ് പ്രത്യേകം ഉന്നയിച്ചു. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകൾ, നിക്ഷേപ തീരുമാനങ്ങൾ, ഓഹരി ഘടന, സ്വകാര്യ പങ്കാളിത്തം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ സുതാര്യത വേണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സംസ്ഥാനത്തിന് ദീർഘകാല സാമ്പത്തികവും തന്ത്രപ്രധാനവുമായ പ്രാധാന്യമുള്ള പദ്ധതിയായതിനാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും പൊതുജനങ്ങൾക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്ന രീതിയിലായിരിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ വികസന പദ്ധതികളിൽ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങളിലൊന്നാണ്. അതുകൊണ്ടുതന്നെ കരാറുകളുടെ വ്യവസ്ഥകൾ, സാമ്പത്തിക ബാധ്യതകൾ, സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ, സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിൽ അനാവശ്യമായ രഹസ്യസ്വഭാവം ഒഴിവാക്കി പരമാവധി സുതാര്യത ഉറപ്പാക്കണമെന്ന് പി രാജീവ് ആവശ്യപ്പെട്ടു. ഭരണപരമായ തീരുമാനങ്ങളിലും സമാനമായ സുതാര്യത വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിസഭയിലെ പ്രധാന നയപരമായ തീരുമാനങ്ങൾ കൂട്ടായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകണം. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തീരുമാനങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും വിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തുകയും പൊതുജനങ്ങൾക്കാവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യേണ്ടത് നല്ല ഭരണത്തിന്റെ അടിസ്ഥാന തത്വമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ തലത്തിൽ പുതുമയുള്ളതല്ല. വിവിധ സർക്കാരുകളുടെ കാലത്ത് സുപ്രധാന വകുപ്പുകൾ മുഖ്യമന്ത്രിമാർ കൈവശിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ധനം, നിയമം, പൊതുഭരണം തുടങ്ങിയ നിരവധി നിർണായക വകുപ്പുകൾ ഒരുമിച്ച് ഒരു വ്യക്തിയുടെ കീഴിൽ വരുന്നത് അസാധാരണമാണെന്നാണ് പി രാജീവിന്റെ വിമർശനം. ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിനൊപ്പം ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനാൽ ഇത്തരമൊരു ക്രമീകരണം സ്വീകരിക്കാനുള്ള കാരണങ്ങളും ഭരണപരമായ ലക്ഷ്യങ്ങളും സർക്കാർ തുറന്നുപറയേണ്ട ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണകൂടത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് സുതാര്യതയും ഉത്തരവാദിത്വവും ഒരുപോലെ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. വിവിധ വകുപ്പുകളുടെ ചുമതലകൾ എങ്ങനെ വിഭജിക്കണമെന്നത് മുഖ്യമന്ത്രിയുടെ ഭരണപരമായ അധികാരപരിധിയിലാണെന്ന വാദവും സർക്കാർ വൃത്തങ്ങൾ ഉയർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രതിപക്ഷമുന്നയിക്കുന്ന അധികാര കേന്ദ്രീകരണ ആരോപണങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകേണ്ട സാഹചര്യം രൂപം കൊള്ളുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഭരണഘടനാപരമായ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്ന ആരോപണം പി രാജീവ് ഉന്നയിച്ചിട്ടില്ലെങ്കിലും നല്ല ഭരണത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണമെന്ന ആവശ്യമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ കേന്ദ്രബിന്ദു. ഭരണപരമായ തീരുമാനങ്ങൾ കൂടുതൽ സുതാര്യവും പങ്കാളിത്തപരവുമാകണം. നിർണായക കരാറുകൾ സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ആദ്യ മാസങ്ങളിലെ ഭരണരീതിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ പി രാജീവിന്റെ ഈ വിമർശനം കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. അധികാര കേന്ദ്രീകരണം, മന്ത്രിസഭാ ഉത്തരവാദിത്തം, വിഴിഞ്ഞം പദ്ധതിയിലെ സുതാര്യത തുടങ്ങിയ വിഷയങ്ങൾ വരും ദിവസങ്ങളിലും രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന സ്ഥാനമെടുക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഔദ്യോഗിക പ്രതികരണം വന്നാൽ ഈ വിവാദത്തിന് കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.